വളരെ സൂക്ഷ്മമായൊരു ബ്രഹ്മരഹസ്യമാണ് ഞാൻ സാറിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ മനുഷ്യൻ്റെ ഇതുപോലെ ഒരു അടിമത്തം വേറെയില്ല. ഒരു സ്പിരിച്വൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, ആത്മീയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതം അവന് നരക ജീവിതം തന്നെ. രാഗി ചെയ്യുന്ന പാപവും വിരാഗി ചെയ്യുന്ന പാപം പുണ്യവുമാകും. കാളിമാതാവിൻ്റെ പേര് പറഞ്ഞിട്ട് നാമം ചൊല്ലിയിട്ട് ആ ആള് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ആ ഫലം ചെന്നു പറ്റുന്നത് കാളിമാതാവിലാണ്. പക്ഷേ ഈ പലപ്പോഴും കാളി ദേവതയ്ക്ക് കൗളാചാര പ്രകാരം മൃഗബലിയൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെ? കാളിക്ക് മൃഗബലി പോലെ അത് പാപമല്ലേ? സത്യത്തിൽ അത് പാപമല്ലേ? ഒരു ജീവനെ നശിപ്പിക്കുകയല്ലേ? പിന്നെ സാറിൻ്റെ ഈ ചോദ്യം ഒരു വലിയ ഉത്തരത്തിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഭക്തജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വലിയ കഥയിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. വ്യാസഭഗവാന്റെ മാനസപുത്രനാണല്ലോ ശുഗബ്രഹ്മർഷി. തന്നല്ലോ, അറിഞ്ഞോളി, കേട്ടിട്ടുണ്ട്. ഈ ശുഗബ്രഹ്മർഷി വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഛന്ദസ്സുകളും ദർശനങ്ങളും എല്ലാം ഹൃദയസ്ഥമാക്കി സകലതും പഠിച്ചു. ഇനി പഠിക്കാനൊന്നുമില്ല. ആ അവസ്ഥയിലായി. പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നു. അപ്പം വ്യാസഭഗവാൻ ഒന്ന് ഉപദേശിച്ചു, മോനെ നീ ഇനി കല്യാണം കഴിക്കണം. എനിക്ക് പറ്റിയില്ല. നീ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് സന്തോഷവാനായി ജീവിക്കണം. കാരണം സ്ത്രീയും പുരുഷനും ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല ബ്രഹ്മചിന്തയിൽ ലിംഗവ്യത്യാസമില്ല. ബ്രഹ്മചിന്തയിൽ ലിംഗവ്യത്യാസമില്ല. അതുകൊണ്ട് നീ കല്യാണം കഴിക്കണം. ശുഗബ്രഹ്മർഷി ക്രോധങ്ങളിലൊക്കെ അടങ്ങിയ ആളാണ്. കാമക്രോധാദികളെല്ലാം അടങ്ങിയ ആളാണല്ലോ ശുഗബ്രഹ്മർഷി. എങ്കിലേ അദ്ദേഹത്തെ ബ്രഹ്മർഷി എന്ന് വിളിക്കാൻ പറ്റൂ. എങ്കിലും വ്യസനവും അല്പം ക്രോധവും ഉണ്ടായിപ്പോയി. പ്രപഞ്ചസത്യം എന്താണെന്ന് കണ്ടറിഞ്ഞ, അകക്കാമ്പിൽ കണ്ടറിഞ്ഞ എൻ്റെ പിതാവ് തന്നെ ദുർഘടവും ദുരിതപൂർണവും കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായ ഈ സംസാരസാഗരമെന്ന മഹാഗർത്തത്തിലേക്ക് എന്നെ തള്ളിയിടാൻ പ്രേരിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ശുഗൻ പിതാവിനോട് ചോദിക്കുന്നു. ശരിയാണ്, ചിന്തിച്ചു നോക്കിയാൽ ലൗകിക ജീവിതം ഈ പറഞ്ഞതെല്ലാം ആണല്ലോ, അല്ലേ? അതെ, ദുരിതപൂർണമാണ്. ശരിക്കു പറഞ്ഞാൽ മനുഷ്യൻ്റെ ഇതുപോലെ ഒരു അടിമത്തം വേറെയില്ല. ഒരു സ്പിരിച്വൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, ആത്മീയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതം അവന് നരക ജീവിതം തന്നെ. അത് അനുഭവിച്ചവർക്കേ പറയാൻ പറ്റും. പക്ഷേ ഭൂമിയുടെ നിയമം അനുസരിച്ച് ഒരു വ്യക്തി ഇത് അനുഭവിക്കുകയും വേണം. അനുഭവിച്ചാലേ അവൻ എന്താവൂ? പൂർണ്ണനാകൂ. പൂർണ്ണത നേടണമെങ്കിൽ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിക്കണമല്ലോ. അതെ. ശുഗബ്രഹ്മർഷിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് പിതാവ് പറഞ്ഞു, നിൻ്റെ ചിന്ത തെറ്റാണ്. നീ എല്ലാം പഠിച്ചു, എനിക്ക് സന്തോഷവുമുണ്ട്. പക്ഷേ നിൻ്റെ ഈ ജീവിതത്തെക്കുറിച്ചുള്ള നിൻ്റെ കൺസെപ്റ്റ് തെറ്റാണ്. എന്താണ് തെറ്റ്? ഋഷീശ്വരന്മാരാൽ രചിക്കപ്പെട്ട പുണ്യസമ്പ്രദായങ്ങളായ എല്ലാ ഗ്രന്ഥങ്ങളിലും ലൗകിക ജീവിതം ദുരിതപൂർണവും കഷ്ടപ്പാട് നിറഞ്ഞതുമാണെന്നും അതിൽ ചെന്ന് ചാടുന്നവന് മോചനമില്ലെന്നും അതുകൊണ്ട് തന്നെ ഒരുവൻ ബ്രഹ്മചാരിയായി ജീവിതം നയിക്കുന്നതാണ് ഉത്തമമെന്നും ഈ മഹർഷിമാർ പറഞ്ഞു വെച്ചത് അവർ മണ്ടരായതുകൊണ്ടാണോ? പിതാശ്രീ അങ്ങ് പറയണം. അവരെല്ലാം മണ്ടന്മാരാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് വിവാഹമെന്ന ഒരു കാര്യം ഒഴികെ എൻ്റെ പിതാവെന്നുള്ള നിലയിൽ അങ്ങ് പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. എന്നെ ദയവായി അതിനെ പ്രേരിപ്പിക്കരുത്, എന്നെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞു. വ്യാസൻ പറഞ്ഞ്, ഒരിക്കലും ഞാനത് ചെയ്യില്ല. നീ പറഞ്ഞ നിൻ്റെ ഈ അപേക്ഷ സ്വീകരിക്കാൻ നമുക്ക് വിഷമമുണ്ട്. നീ എൻ്റെ പുത്രനാണ്.
ജീവിതത്തിൻ്റെ സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും അനുഭവിച്ചാലേ ഒരുത്തൻ്റെ മനസ്സ് 100% പക്വമാവും. ആ പക്വമായ മനസ്സിലാണ് ഈശ്വരൻ കുടികൊള്ളാനുള്ളത്, ഈശ്വര സാന്നിധ്യം ഉറപ്പിക്കാനുള്ളത്. മോൻ വിചാരിക്കുന്നുണ്ടോ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മ ചൈതന്യം മോൻ്റെ മനസ്സിലില്ലെന്ന്? ഈശ്വരൻ കുടികൊള്ളുന്നത് മനുഷ്യ മനസ്സാകുന്ന ക്ഷേത്രത്തിലാണെന്ന് മകനെ നീ പഠിച്ചിട്ടില്ലേ? അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് ഉറപ്പിക്കണമെങ്കിൽ നീ കഷ്ടപ്പാടെന്താണെന്നറിയണം. നോക്കൂ, ഈ വൃക്ഷത്തിൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വൃക്ഷത്തിൽ ഞാന്ന് കിടക്കുന്ന പഴവർഗ്ഗം നീ കണ്ടു. ആ പഴവർഗ്ഗം വളരെ മധുരമാണ്, രുചിയേറിയതാണ് എന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞാലും നിനക്കത് പൂർണ്ണമാവില്ല. ആ പഴവർഗ്ഗം രുചിയുള്ളതാണെന്ന് പറയണമെങ്കിൽ ആ ഒരു പഴം നിനക്ക് ഞാൻ അടർത്തിയെടുത്ത് നിനക്ക് കഴിക്കാൻ തരണം. കഴിക്കുമ്പോൾ നിൻ്റെ രസനേന്ദ്രിയമാകുന്ന നാവ് അത് ഞാൻ പറഞ്ഞ വാക്ക് അംഗീകരിക്കും, ഇത് രുചിയുള്ളതാണെന്നും. അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ വിവാഹം കഴിച്ചേ പറ്റൂ. എൻ്റെ വാക്ക് ധിക്കരിക്കാൻ നിനക്ക് അവകാശമില്ല. കാരണം ഞാൻ നിൻ്റെ പിതാവാണ്. ശുഗബിലമർച്ചി പറഞ്ഞു ഒരിക്കലും പറ്റില്ല എന്ന്. സാധ്യമല്ല. അച്ഛനെ ഞാൻ ധിക്കരിച്ചു എന്ന് ദയവായി അങ്ങ് വിചാരിക്കരുത്. പക്ഷേ വിവാഹ ജീവിതം എനിക്ക് പറ്റില്ല. ഞാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിത്യബ്രഹ്മചാരിയായി ബ്രഹ്മത്തിൽ വിലയം കൊള്ളാനാണ് എൻ്റെ ആഗ്രഹം. നിത്യബ്രഹ്മചാരിയായി ബ്രഹ്മത്തിൽ വിലയം കൊള്ളാനാണ് എൻ്റെ ആഗ്രഹം. ബ്രഹ്മത്തിൽ വിലയം കൊള്ളണമെങ്കിൽ നീ ഈ ദുരിതവും കൂടി അനുഭവിക്കണം. ലൗകിക ജീവിതമെന്ന സംസാര സാഗരം നീ താണ്ടിയാൽ മാത്രമേ നീ ആഗ്രഹിക്കുന്ന ബ്രഹ്മത്തിൽ വിലയം കൊള്ളാൻ കഴിയൂ. ആ സത്യം നീ അറിയണം. ഒരു കാര്യം ചെയ്യൂ, പിതാവെന്നുള്ള നിലയിൽ ഞാൻ പറയുന്നതൊന്നും നിൻ്റെ തലയ്ക്കകത്തിപ്പോൾ കയറുന്നില്ല. നീ സഞ്ചാരം തുടങ്ങിക്കോളൂ. മിഥില എന്ന് പറയുന്ന ഒരു മഹാരാജ്യമുണ്ട്. ആ മിഥില എന്ന രാജ്യത്ത് ചെന്നാൽ ജനകൻ എന്ന് പേരുള്ള ഒരു പരമ്പരയുണ്ട്. ജനക രാജർഷി. അദ്ദേഹം രാജാവുമാണ്, എന്നാൽ ഋഷിയുമാണ്. അപ്പം ശുഗന് കുറച്ചുകൂടെ ദേഷ്യം വന്നു. രാജാവായിരിക്കുന്ന ഒരാൾ ഭരണാധികാരിയല്ലേ, ഭരണാധികാരികൾക്ക് പ്രജകളെ ശിക്ഷിക്കേണ്ടി വരില്ലേ? അപ്പോൾ പാപം ചെയ്യേണ്ടി വരില്ലേ? പാപം ചെയ്യുന്ന ആളെങ്ങനെ ഋഷിയാകും? ശരിയല്ലേ? സാറിന് മനസ്സിലായില്ലേ? ഒരു ഋഷിക്ക് ഒരിക്കലും പാപം ചെയ്യാൻ പറ്റില്ല. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ പറ്റില്ല. ഋഷി സദാ ബ്രഹ്മത്തിൽ വിലയം കൊണ്ടവനാണ്, ബ്രഹ്മസാക്ഷാത്കാരം നേടിയവനാണ്. ആ വ്യക്തിക്ക് എങ്ങനെ ഒരു ഭരണാധികാരിയാകും? ബ്രഹ്മർഷി എന്ന പദം തന്നെ തെറ്റാണ്. ആ ചിന്ത തന്നെ മൂഢത്വമാർന്നതാണ്. അച്ഛൻ എന്താണ് ഈ പറയുന്നതെന്നാണ് ശുഗബ്രഹ്മർഷി വ്യാസഭഗവാനോട് ചോദിക്കുന്നത്. എന്തായാലും അച്ഛൻ പറഞ്ഞതല്ലേ, അച്ഛൻ കൂടി ആരാധിക്കുന്ന ഒരാളല്ലേ ഞാൻ, അദ്ദേഹത്തെ പോയി കാണാം. വ്യാസൻ പറഞ്ഞു, നീ എൻ്റെ മകനാണെങ്കിൽ ഞാൻ പറയുന്ന വിവാഹം നീ കഴിക്കാത്തടത്തോളം കാലം നീ ജനകനെ കാണുക തന്നെ വേണം. അല്ലെങ്കിൽ വിവാഹം വേണ്ടല്ലോ, വേണ്ട, നീ അങ്ങ് തീരുമാനിച്ചോ. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട് പുത്ര, ജനകരാജർഷിയുമായി നീ മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹവുമായി കണ്ടുമുട്ടി അദ്ദേഹവുമായി നീ പ്രപഞ്ച സത്യം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മടങ്ങി വരുമ്പോൾ നീ തന്നെ നിൻ്റെ നാക്ക് കൊണ്ട് എന്നോട് പറയും, അച്ഛാ എനിക്ക് വിവാഹം കഴിക്കണമെന്ന്. ഇപ്പോൾ ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കത്തില്ല. നീ പ്രപഞ്ച സത്യങ്ങളൊക്കെ പഠിച്ചു, അത് ഞാൻ അംഗീകരിക്കുന്നു. ശരിയെന്ന് പറഞ്ഞ പിതൃപാദങ്ങൾ നമസ്കരിച്ച ശേഷം ശുഗബ്രഹ്മർഷി യാത്രയായി. എത്രയോ രാജ്യങ്ങൾ നടന്നു. 2.5 വർഷക്കാലം ഒരേ നടത്താം. 2.5 വർഷം, 2.5 വർഷക്കാലം ഒരേ കണക്കിന് രാത്രിയും പകലുമുള്ള ദീർഘമായ യാത്രയ്ക്ക് ശേഷം അവസാനം മിഥിലാപുരിയിലെത്തി.
ഇനിയാണ് രസം. ആദ്യത്തെ അനുഭവം സാറ് നോക്കണം. മിഥിലാപുരിയുടെ ആദ്യത്തെ കവാടം. ആദ്യ കവാടത്തിൽ ചെന്നപ്പോൾ തന്നെ ചെറുത്തു. അറിയില്ല, ആരാന്നറിയില്ല. ചെറുത്തു. ആരാണ് നിങ്ങൾ? കാവൽക്കാർ ചോദിച്ചു. പക്ഷേ ഇന്നത്തെ കാവൽക്കാരെ പോലെയല്ല, ജനകൻ്റെ കാവൽക്കാരാണ്. അതുകൊണ്ട് ആ ഒരു മര്യാദയും ഹൃദ്യതയും പെരുമാറ്റവും ഒക്കെ ഉണ്ട്. എങ്കിലും കടത്തിവിട്ടില്ല. ഞാനിങ്ങനെ വ്യാസമഹർഷിയുടെ പുത്രനാണ്, ശുഗൻ എന്ന തപോധനാണ് ഞാൻ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി സാധാരണക്കാരനല്ല. കടത്തിവിട്ടു. ആദ്യം കടത്തിവിടാൻ വിസമ്മതിച്ചു. പക്ഷെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലാക്കി. അടുത്ത ഗേറ്റിലും ഇതുപോലെ ചേർത്തു. ആദ്യത്തെ ഗേറ്റ് കടന്നപ്പോൾ നേരെ ശുഗവിരമർച്ചിയെ കാണാൻ അങ്ങ് പോകാമെന്നാണ് വിചാരിച്ചത്. പറ്റിയില്ല. അങ്ങനെ 6 ഗേറ്റുകളും കടന്നു. 6 വിശാലമായ കവാടങ്ങളും കടന്ന് 7ാമത്തെ കവാടത്തിലെത്തിയപ്പോൾ ജനകൻ്റെ മന്ത്രിയും ബാക്കിയുള്ളവരൊക്കെ വന്ന് ആർദ്രവുമായി സ്വീകരിച്ച് ഒരു വലിയ മുറിക്കകത്ത് അദ്ദേഹത്തെ കൊണ്ടിരുത്തി. പിന്നീട് നടക്കുന്ന സംഭവം എങ്ങനെയാണ്? ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരികളായ തരുണിമാർ, അതാ ഒന്നിലധികം തരുണിമാർ ഇദ്ദേഹത്തെ പരിചരിക്കാനെത്തുന്നു. ഭക്ഷണം കൊടുക്കാനും അദ്ദേഹത്തിന് വേണ്ടതൊക്കെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് ഈ തരുണിമാരാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇളകോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കാലയെ കൂട്ടി ബ്രഹ്മജ്ഞാനിയായ ശുഗബ്രഹ്മർഷി ഒരുക്കിയ സന്നാഹങ്ങൾ അല്ല, ജനകരാജർഷി ഒരുക്കിയ രീതിയായിരുന്നു ഇതൊക്കെ. ജനകൻ്റെ കളിയായിരുന്നു അത്. പക്ഷേ ശുഗനൊന്നും തോന്നിയില്ല. യുവാവാണ്, ശരിക്കും യുവാവാണ്. ഈ സുന്ദരികളായ കന്യകമാരെ കണ്ടാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തോന്നേണ്ടതാണ്. ഒന്നും തോന്നിയില്ല. അപ്പം ജനകന് ഇദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ പൊട്ടൻസി എന്താണെന്ന് മനസ്സിലായി. ആത്മീയമായ അറിവുണ്ടായ പോരല്ലോ, സ്വന്തമായി മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിനെ അടക്കാനും കഴിയുന്നവനല്ലേ ആത്മീയ ആചാര്യനാവും. അതെ അല്ലേ? അതെ. അല്ലാതെ കാവ്യ പതച്ച് നടത്തുന്നും പറഞ്ഞാവൂലല്ലോ. ആവില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ കാവ്യം പതച്ചൊരു നല്ല വില കൂടിയ കാറും ഉണ്ടെങ്കിൽ അവൻ മുട്ടൻ സന്യാസിയാണ്. കുറച്ചൊരു രുദ്രാക്ഷവും അതെ, രുദ്രാക്ഷവും മതി. ഇഷ്ടം പോലെ ഭൗതികമായ കുറച്ച് ജടയുണ്ടെങ്കിൽ അടിപൊളി. അത് കുറച്ചുകൂടിയായി. കയ്യിലും തലയിലും മുഖത്തുമൊക്കെ ഭസ്മം പൂശണം. അതെ, അതാണല്ലോ ഭയങ്കര സ്വീകാര്യത. കാറൊക്കെ തനിയെ വന്നോളൂ, ലെക്സസ് ഒക്കെ വരും. അതെ, കോടികളുടെ കാറൊക്കെ വരും. കോടികൾ വരും. പെണ്ണുങ്ങളെല്ലാം, സ്ത്രീകളെല്ലാം, കോടീശ്വരികളായ സ്ത്രീകളൊക്കെ വന്ന് പദത്തിൽ നമസ്കരിച്ചു എല്ലാം ആവുമല്ലോ. അങ്ങനെ പിറ്റേ ദിവസം, അന്ന് രാത്രി അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് ശുഗബ്രഹ്മർഷി അദ്ദേഹത്തിൻ്റെ ചര്യകളൊക്കെ നടത്തി. വേണമല്ലോ, സന്യാസിയല്ലേ, യോഗിയല്ലേ. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ചെയ്തു കഴിഞ്ഞു. പ്രാതൽ കഴിച്ചു. അപ്പോഴാണ് ജനകൻ ഇദ്ദേഹത്തെ കടം വരുന്നത്. പ്രാതലും കഴിച്ചതിന് ശേഷം വരികയാണ്. വന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, വ്യാസപുത്രനാണെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ന് ഞാൻ സാറിനെ വിളിക്കുന്നത് പോലെ അന്ന് ആ ഫോൺ വേണ്ടല്ലോ. അവർക്ക് മനസ്സുകളുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് വ്യാസൻ എൻ്റെ പുത്രനതായി ഇവിടുന്ന് തിരിച്ചിരിക്കുന്നുവെന്ന് ശുഗൻ തിരിച്ചപ്പോൾ തന്നെ പറഞ്ഞു. വ്യാസഭഗവാൻ ഇദ്ദേഹത്തെ അറിയിച്ചു കഴിഞ്ഞു. വരട്ടെ, ഞാൻ വേണ്ടത് ചെയ്തോളാമെന്ന് ശുഗനും മറുപടി കൊടുത്തു. എങ്കിലും വ്യാസപുത്രൻ ശുഗൻ അല്ലേ പരിചയപ്പെട്ടു. എന്താണ് അത്? ഞാൻ അങ്ങയെ കണ്ടത് ഒരു സംശയം തീർക്കാനാണ്. അങ്ങയെ ആളുകൾ രാജർഷി എന്ന് വിളിക്കുന്നു. തെറ്റായ പ്രയോഗമല്ലേ അത്? എന്താണ് തെറ്റ്? അല്ല, രാജാവാകുമ്പോൾ പ്രജകളെ ശുദ്ധിക്കേണ്ടി വരുമല്ലോ.
സ്വാഭാവികമായിട്ടും എന്തെങ്കിലും തെറ്റുകളില്ലാത്ത പ്രജകളില്ല, ശിക്ഷിക്കേണ്ടി വരും. ഒരു ഋഷിക്ക് എങ്ങനെ ശിക്ഷിക്കാൻ പറ്റും? ഋഷി ഇന്ദ്രിയങ്ങളെ അടക്കിയവനാണ്, കാമക്രോധാദികളില്ലാത്തവനാണ്, സദാ മനസ്സിനെ ബ്രഹ്മത്തിൽ ചേർത്തവനാണ്, സച്ചിദാനന്ദമെന്ന് പറയുന്ന ആ അമൃതാനുഭവം അനുഭവിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഒരാളിന് എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാവുക എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിൻ്റെ പിതാവ് വ്യാസഭഗവാൻ പ്രപഞ്ചസത്യം കണ്ടറിഞ്ഞ ആളാണ്. അദ്ദേഹം നിന്നോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. മറ്റൊന്നുമല്ല, നീ ഗാർഹസ്ഥ്യനാകണം എന്ന്, വിവാഹം കഴിക്കണമെന്ന്. നീ അതിനെ നിരസിച്ചിട്ട് ആ സംശയം തീർക്കാനാണ് എന്നോട് എൻ്റെ അടുത്ത് വന്നതെന്ന് എനിക്കറിയാം. വിവാഹ ജീവിതം നയിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ലൗകികത എന്തെന്ന് അറിയാത്ത ഒരുവന് ആത്മീയതയുടെ പടവുകൾ കയറുക അസാധ്യമാണ്. ഇനി ഒരു രഹസ്യം ഞാൻ എൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നില്ല, പറയാം. രാഗിയും വിരാഗിയുമുണ്ട്. സാറ് നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. രാഗി എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതം നയിക്കുന്നവൻ, രാഗചിന്തയുള്ളവൻ. വിരാഗി എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതത്തോട് വൈരാഗ്യം വന്നവൻ. ലൗകിക ജീവിതം തുച്ഛമാണ്, അർത്ഥശൂന്യമാണ്, അതല്ല മാനവജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം ബ്രഹ്മസായുജ്യമാണ് എന്ന ചിന്തയുള്ളവരാണ് വിരാഗി. രാഗി ചെയ്യുന്ന പാപവും വിരാഗി ചെയ്യുന്ന പാപം പുണ്യവുമാകുന്നു. വളരെ സൂക്ഷ്മമായൊരു ബ്രഹ്മരഹസ്യമാണ് ഞാൻ സാറിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഭൗതികമായി അതുകൊണ്ട് കാളീമാതാവിൻ്റെ പേര് പറഞ്ഞിട്ട് നാമം ചൊല്ലിയിട്ട് ആ ആൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ആ ഫലം ചെന്ന് പറ്റുന്നത് കാളീമാതാവിലാണ്. അതവിടെ നിൽക്കട്ടെ. അവസാനം ശുഗബ്രഹ്മർഷിയുടെ എല്ലാ സംശയങ്ങളും ഇതോടെ തീർന്നു.